ഇന്നലെയാണ് തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ കാണാതായത്. മണിക്കൂറുകൾക്കൊടുവിൽ അവരെ ആ കുഞ്ഞിനെ കണ്ടെത്തി. ആലുവയിൽ സംഭവിച്ചതിന് സമാനമായൊരു സംഭവമാണ് തലസ്ഥാന നഗരിയിലും ആവർത്തിച്ചത്. അപ്പോൾ ചില ചോദ്യങ്ങൾ ഉയരുന്നു. സംസ്ഥാനത്ത് അതിഥി തൊഴിലാളികളുടെയും നാടോടി സംഘങ്ങളുടെയും വിവരങ്ങൾ സർക്കാരിൻ്റെ കയ്യിലുണ്ടോ? ഇത്തരം സംഘങ്ങൾക്കൊപ്പം എത്ര കുട്ടികളുണ്ട്? പേട്ടയിലെ തട്ടിക്കൊണ്ടുപോകൽ സംഭവത്തിന് പിന്നാലെ കണക്കെടുങ്ങാൻ ഒരുങ്ങുകയാണ് ബാലാവകാശ കമ്മീഷൻ. ഇതേപോലെയുള്ള മൈതാനങ്ങളിൽ എത്രയെത്ര നാടോടി കുടുംബങ്ങൾ ടെൻറ്റ് കെട്ടി താമസിക്കുന്നുണ്ടാകും. ഒരു ക്രൈം സംഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ അല്പമെങ്കിലും ഇവരെ ശ്രദ്ധിക്കുന്നത്. പക്ഷേ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നാണക്കേടുണ്ടാവുന്ന സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും നമ്മുടെ ഭരണ സംവിധാനങ്ങൾ പാഠം പഠിക്കുന്നില്ല. ഭിക്ഷാടനത്തിനും കച്ചവടത്തിനുമായി നഗരത്തിൽ തമ്പടിക്കുന്ന നാടോടി സംഘങ്ങളിൽ ക്രിമിനലുകളുടെ കടന്നുകയറ്റം വർദ്ധിച്ചുവെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പിടിച്ചുപറിയും മോഷണം ഉൾപ്പെടെയുള്ള കേസുകളിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ 12 നാടോടി സ്ത്രീകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ സ്വദേശികളാണ് പിടിയിലായവരിൽ ഏറെയും. നാടോടി സംഘങ്ങൾ ഏറ്റവും അധികം തട്ടിപ്പുകൾ നടത്തുന്നത് ഗർഭിണികളെന്ന വ്യാജേനയാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പോലീസിന്റെ പിടിയിലാകുന്നവരിൽ ഏറെയും കൃത്യമായ അഡ്രസ്സോ രേഖകളോ ഇല്ലാത്തവരാണ്. കോടതിയിൽ ഹാജരാക്കിയാൽ ഇവരെ ജാമ്യത്തിലിറക്കാനും ആളുണ്ട്. നാടോടി സംഘങ്ങളിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ കുട്ടികളിൽ ഏറിയ പങ്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കടത്തിക്കൊണ്ടുവന്നവരാണെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഈ സംഘങ്ങൾ എവിടെ നിന്ന് വരുന്നു, എന്തു ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ അജ്ഞാതമാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും പ്രാദേശിക ഭരണകൂടങ്ങളുടെയും കയ്യിൽ ഇവരെ സംബന്ധിക്കുന്ന ഒരു കണക്കുമില്ല. പേട്ടയിലെ സംഭവത്തിന് പിന്നാലെ ഇവരുടെ വിവരശേഖരണം നടത്തുമെന്നാണ് ബാലാവകാശ കമ്മീഷന്റെ പുതിയ അറിയിപ്പ്. ആ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്കൊരു ഡേറ്റ കറക്റ്റായിട്ടുണ്ടാവും. കാര്യം ആധാർ കാർഡൊക്കെ അവരുടെ കയ്യിലുണ്ടെങ്കിൽ പോലും ഒരു രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഫാമിലി ആയിട്ടാണോ വരുന്നത്, അപ്പം ഫാമിലി ആണെങ്കിൽ കുട്ടികൾ എത്ര പേരുണ്ട്, അപ്പോൾ ഈ ഒരു ഡേറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ എല്ലാ കാര്യത്തിലും ഒരു നല്ലൊരു രീതിയിൽ നമുക്ക് പ്രൈമ ഫേസിയെ തന്നെ നമുക്ക് പല കാര്യങ്ങളും അന്വേഷണത്തിനായാലും ഇപ്പം എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോന്നും പിടികിട്ടും. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ സുരക്ഷ മാത്രമല്ല അവരുടെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഹെൽത്തിനെ പറ്റിയും ഇത്തരം കാര്യങ്ങളും കമ്മീഷൻ്റെ ശ്രദ്ധയിലുണ്ട്. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ഇതും കൂടെ ചേർത്തുള്ള ഒരു നിർദ്ദേശം തന്നെയായിരിക്കും സർക്കാരിന് കൊടുക്കുന്നത്. ട്രാഫിക് സിഗ്നലുകളിലും തിരക്കേറിയ സ്ഥലങ്ങളിലും പേന, കളിപ്പാട്ടം തുടങ്ങിയ സാധനങ്ങളുടെ വിൽപ്പന, വാഹനങ്ങളുടെ ഗ്ലാസ് വൃത്തിയാക്കൽ എന്നിവയുടെ പേരിൽ കുട്ടികളുമായി ഭിക്ഷാടനം നടത്തുന്നതാണ് നാടോടി സംഘങ്ങളുടെ രീതി. ഇക്കൂട്ടർ ഒഴിഞ്ഞ പമ്പുകൾ, റെയിൽവേ ട്രാക്ക് പരിസരങ്ങൾ എന്നിവിടങ്ങളിലാണ് കൂട്ടത്തോടെ താമസിക്കുന്നത്. ഇത്തരം നാടോടി സംഘങ്ങളെ പരിശോധിക്കാനോ ഇവരുടെ വിവരശേഖരണം നടത്താനോ പോലീസിന് പോലും സംവിധാനമില്ല. പേട്ടയിലെ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പോലീസ് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. സർക്കാർ സംവിധാനത്തെ ആകെ കണ്ണടച്ച് കുറ്റം പറയുന്നതല്ല, ഒരു അപകടമുണ്ടായാൽ മാത്രം ജാഗ്രത പുലർത്തുന്ന അവസ്ഥ ഇനിയെങ്കിലും മാറേണ്ടതല്ലേ? വിജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. തൊഴിലാവശ്യത്തിനായി വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ പറ്റി കൃത്യമായൊരു പഠനം നടത്തുക എന്നത് പോലീസിനും തദ്ദേശ സ്ഥാപനങ്ങൾക്കും പലപ്പോഴും വലിയ വെല്ലുവിളിയാണ്. തൊഴിലിടവും താമസവും ഇടയ്ക്കിടയ്ക്ക് ഒരു മാറും. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. എന്നാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ കണക്കുകൾ ഇനിയെങ്കിലും ശേഖരിക്കാൻ നമുക്ക് കഴിയണം. അധികൃതർ അതിന് തയ്യാറാവുകയും വേണം. ജനങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. ഈ നാടോടി സ്ത്രീകൾ എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു, അവരെങ്ങനെയാണ് ഇവിടെ എത്തേണ്ട സാഹചര്യം, ഇത് മനസ്സിലാക്കിയിട്ട് സർക്കാർ അതിന് പ്രതിവിധി കണ്ടെത്തണം. ശേഖരിക്കുന്നത് അത് എത്രയോ ആൾക്കാർ വരണുണ്ട്, പോകണുണ്ട്. ഇപ്പം കുറവാണ്. ഇല്ലെങ്കിൽ കൈകാലും ഇവിടെയൊക്കെ കൈകാലും വെക്കാൻ വയ്യാത്ത രീതിയിൽ കൊച്ചു കുട്ടികളെയും കൊണ്ട് വെയിലത്തൊക്കെ കിടന്ന് അനുഭവിക്കുന്ന എടുക്കണം. അത് അവരെടുക്കണ്ടേ, ഗവൺമെൻറ് എടുക്കണ്ടേ? കുട്ടികളൊക്കെ അതിന് സംവിധാനം വേണം, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് കറക്റ്റ് നോക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ പോലീസുണ്ട്, ക്യാമറയുണ്ട്, വർക്കാകുന്നില്ല, അവരെ കറക്റ്റ് നിരീക്ഷിക്കാൻ ഇഷ്ടംപോലെ പോലീസുണ്ട്. അതിൽ കൊണ്ടായിട്ട് കാര്യമില്ല. നമ്മളും ശ്രദ്ധിക്കണം, നമ്മൾ ഓരോരുത്തരും.